നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം റിഡക്ഷൻ സെയിലിൻ്റെ കണ്ടിന്യൂഷനാണ്, ബാലൻസാണ്. അയ്യോ, ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതല്ലേ, സ്റ്റോക്ക് ഭയങ്കര കുറവാണ്, ഇത് റിഡക്ഷൻ സെയിലാണ്, ഇതിന് സ്റ്റോക്കില്ല, സിംഗിൾ പീസസൊക്കെ ഉള്ളത് കൊണ്ടാണ് റിഡക്ഷൻ സെയിൽ കാണിക്കുന്നതെന്നൊക്കെ ചിലരൊക്കെ ഭയങ്കരമായിട്ട് പരാതിപ്പെട്ടു. എന്നാന്നറിയാവോ, ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവേ. എന്നിട്ട് അന്നത്തേനും അപ്പുറത്ത് വേറെ ബുക്കിങ് കഴിഞ്ഞ് പോകും, സാധനം തീർന്നു പോകും. ആകെ 2-3 പീസേ അല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല സാരി. ഞാൻ അന്ന് പറഞ്ഞതല്ലേ, അത് ഒത്തിരി പീസസ് ഇല്ല എന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് പരിഭവിക്കുക. എന്നാ ചെയ്യാൻ, ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെങ്കിൽ ആർക്കാണെങ്കിലും പിണക്കമൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം ഇന്ന് ആ സാരി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാരി റിഡക്ഷൻ സെയിൽ കാണിക്കാൻ ഇരുന്നതല്ല. അപ്പം അന്നത്തെ ആൾക്കാരുടെ ആവശ്യകത കണ്ടിട്ട് ഇപ്പം ഈ സാരി കാണിക്കുക. ആ സാരി തന്നെയാണ്, അതിനകത്ത് ആ ക്രീം സാരി ഇല്ല. അതിനാരും ഓർഡർ മുഴുവനും അതിന് എവിടെ സ്റ്റോക്ക് ഇരുന്നിട്ടാണ്. പിന്നെ അതിനകത്ത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണാതെ കാണുന്നവർക്ക് ഇത് എന്തോ ഈ പറയുന്നതെന്ന്. അന്ന് കാണിച്ച സാരിയിൽ ഈ ബുട്ടാസ് ഉണ്ടെന്ന് ഇത്തേൽ ബോഡിയെ ബുട്ടാസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സെമി ചന്തേരി സിൽക്ക്, അല്ലെങ്കിൽ നമ്മളെ സെമി ജ്യൂട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം സാരിയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട സാരിയില്ലേ, ആ സാരി തന്നെ സെയിം, ബൂട്ടാസ് ഇല്ല മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഉണ്ടോ, ഇതാണ് സാരി. ഇതിപ്പോൾ നേവി ബ്ലൂ വിത്ത് ഒരു കോപ്പർ ബോർഡർ. എല്ലാവർക്കും ഭയങ്കര ഒറ്റ സാരി ഇല്ലാതെ ഫുള്ള് തീർന്നു പോയി. ഒരു സാരി പോലും നമുക്കതിൻ്റെ ബാലൻസ് ഇല്ലാതായിപ്പോയി. എന്നിട്ട് പിന്നെ അതുകൊണ്ട് അന്ന് പലരും എടുക്കാൻ പറ്റാതിരുന്നത്തെ പരിഭവവും പരിതാപവും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പോയി സ്റ്റോറിനകത്തൊക്കെ തപ്പി എന്നാൽ പിന്നെ ഈ സാരി, അതിൻ്റെ ബൂട്ടാസ് ഇല്ലാത്ത സാരി കാണിക്കാം എന്ന് ഞാനങ്ങ് വെച്ചത്. ഇത് ഇതിനും ഈ പറയുന്ന പോലെ ഹെവി ആയിട്ടുള്ള സ്റ്റോക്കൊന്നുമില്ല. നമ്മളൊരു നോർമൽ വീഡിയോയ്ക്ക് കാണിക്കുന്ന സ്റ്റോക്കൊന്നുമില്ല. എന്നാൽ അന്ന് ഒരു പീസൊക്കെ ഉള്ളതായിരുന്ന സ്ഥലത്ത് ഇതിപ്പോൾ ചിലപ്പോൾ 2 പീസും 3 പീസും ഒക്കെ കണ്ടേക്കാം. എല്ലാത്തിനും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതാണ് സാരി കേട്ടോ. ഒരു ചന്തേരിയുടെ സ്റ്റഫാണ്. റേറ്റ് അന്നത്തെ സാരി ബൂട്ട ഉള്ള സാരിയുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1299 ആയിരുന്നു. ഇത് സെമി ജൂട്ടെന്ന് ചിലർ പറയും, ചിലർ ചന്തേരി എന്ന് പറയും. സെമി ജൂട്ട് സാരിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനത്തെ സാരി ഇറങ്ങുന്ന ഇത്. അപ്പോൾ ഈ സാരിയുടെ വില 1250 അപ്പോൾ ഇപ്പോഴത്തെ വില 850 രൂപയാണ് കേട്ടോ. നല്ല പുതുപുത്തൻ സാരീസാണ്. നമുക്ക് ഒത്തിരി റീസ്റ്റോക്ക് വന്നതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ സ്റ്റോക്ക് ഇങ്ങനെ മിച്ചം വന്ന് ഒരു 1-2 ബണ്ടിലൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നത്. ഞാനിത് സത്യത്തിൽ കാണിക്കാനിരുന്നതല്ല. അന്നത്തെ ആ ഒരു ആവശ്യകത ആൾക്കാരുടെ കണ്ടിട്ട്. നല്ല കോപ്പർ ബോഡി, 850 രൂപയ്ക്ക്. മറ്റേ സാരി കൈ കിട്ടിയോ? ഇല്ല, എല്ലാവർക്കും കിട്ടിക്കാണത്തില്ല, കിട്ടി വരുന്നതേ ഉള്ളൂ. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കോളും എത്ര നല്ലതാണ് ആ സാരി. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് സെൽഫ് തന്നെ, നേവി ബ്ലൂ ബ്ലൗസ് ഇടുവോ വേറെ എന്തെങ്കിലും ബ്ലൗസ് ഇടുവോ ഒക്കെ ചെയ്യാം. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. കുറേ കളറുണ്ട് കേട്ടോ. എല്ലാം ഒരുപോലാണോ എന്ന് എനിക്ക് നല്ലൊരു തിട്ടമില്ല, എന്നാലും ഞാനൊന്ന് കാണിക്കാം. ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്നാലും റേറ്റും സ്റ്റഫും എല്ലാം സെയിമാണ്. ഇതിൻ്റെ ബോർഡറിലും പ്രിൻറ്റിങ്ങിലും ഒക്കെ ഉള്ളു ചെറിയ വ്യത്യാസം. ഇത് കണ്ടോ, മുന്താണി വന്നേക്കുക. ആ മറ്റേൻ്റെ മുന്താണി ഇത് തന്നെയായിരുന്നു കേട്ടോ. അതായിട്ടേ കാണുമ്പോൾ തോന്നുക അത്യാവശ്യമുള്ളതാണോ. ഇതാണ് സാരി. അടുത്തത് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഇത് ഒരു കോപ്പർ ബോർഡറാണ്. അപ്പോൾ ഇതിനുണ്ടല്ലോ, ഇവിടേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഗ്രീനിൻ്റെ ഒരു ഇത് കയറി വരും. ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നു സാരികൾ തമ്മിൽ. മുമ്പത്തേതിൻ്റെ ബോർഡർ ഇവിടെ ഇച്ചിരി കൂടി വീതി കൂടിയതായിരുന്നു. താഴത്തെ ബോർഡർ രണ്ടിൻ്റെയും സെയിം തന്നെയാണ്, പക്ഷേ ഇതിന് ഇച്ചിരി കൂടി ചെറിയ ബോർഡറാണ്. അപ്പോൾ ചെറിയ വീതി ബോർഡർ മതിയെങ്കിൽ ഇതെടുക്കാം. 1250 ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് 850. എത്ര രൂപ പറയുന്നത്? 350 രൂപ മണ്ടയിൽ അല്ലേ? മണ്ടയിൽ നിന്നല്ല, 350 രൂപ മേളിൽ ഡിസ്കൗണ്ട് സെയിലാണ് തരുന്നത്. ഇത് അടുത്ത സാരി. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് എല്ലാത്തിനും സെൽഫ് തന്നെയാണ് കേട്ടോ, റണ്ണിങ് ബ്ലൗസ്. ഇത് അടുത്തത്. ഇതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എന്നറിയോ, ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഒരു റോസ് ഗോൾഡ് മെഹന്തി മിക്സ് ആയിട്ടുള്ള, ഇതും ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. റോസ് ഗോൾഡ് മെഹന്തി മിക്സ് ആയിട്ടുള്ള ബോർഡറാണ്. നല്ല ബോർഡർ കേട്ടോ. ഇതിൻ്റെ എല്ലാതെ ആ ഒരു മാംഗോ ഡിസൈൻ എല്ലാത്തേലും വീവ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ബനാറസി ബോർഡർ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ബ്ലൗസിൻ്റെ ഫോൾഡിങ് വ്യത്യാസപ്പെട്ട ഇത് കണ്ടോ, ഇതാണ് മുന്താണി.
ജൂട്ട് സിൽക്കിൻ്റെ സാരി നിങ്ങൾക്ക് അറിയത്തില്ല, സെമി ജൂട്ട് സാരി വരുന്നത്. ഇപ്പോൾ ചിലർ ഇതിന് സെമി ജൂട്ടെന്ന് പറയുന്നവരുണ്ട്. എനിക്ക് എന്തുകൊണ്ടോ ഇതിനെ സെമി ജൂട്ടെന്ന് പറയാൻ തോന്നുന്നില്ല, ചന്തേരി എന്ന് പറയാനാണ് എനിക്ക് കുറച്ചും കൂടെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. സെമി ജൂട്ടെന്ന് പറഞ്ഞ് ഇത് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. 2000 രൂപ മേളിലോട്ട് തൊട്ട് താഴേക്ക് ഇങ്ങനെ ഒരു 1800 രൂപ 1200 രൂപയുടെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. പല റേറ്റിൻ്റെ ഇറങ്ങുന്നുണ്ട്. അത് സ്റ്റഫിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ ഇതിപ്പം 1250 ആയിരുന്നു, ഇപ്പം 850. ഇതാണ് താഴത്തെ ബോർഡർ. നല്ല രസമല്ലേ ആ ബോർഡർ കാണിച്ചത്. ഇത് മുമ്പേ കണ്ട് അതിൻ്റെ തന്നെ ആദ്യം ഫസ്റ്റിലെ കണ്ടില്ലേ നേവി ബ്ലൂ, അതിൻ്റെ തന്നെ രാമാഗ്രി. അല്ല, ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള കളറാണ്. ഈ ഒരു ബോർഡറിന് നല്ലൊരു ഭംഗിയായിട്ടോ. ആ കോപ്പർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടുത്തെ കളറുമായിട്ട് മിക്സിങ് ആവുമേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തനി കോപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കോപ്പർ വീവിങ് ആണ്, നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാൻഡ് ഫീലുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ആ വൈറ്റ് സാരി, വൈറ്റ് അല്ല ക്രീം സാരിക്ക് എന്താ ആൾക്കാരായിരുന്നു. എനിക്കാണെങ്കിൽ ഒരേ സമയം ചിരിയും വന്നു സങ്കടവും വന്നു. ശരിക്കും അത് അന്ന് ഓൺലൈനിൽ കാണിച്ചായിരുന്നെങ്കിൽ എന്തോരം നമുക്ക് സെയിലാക്കാമായിരുന്നു. അന്ന് ഓൺലൈനിൽ കാണിച്ചില്ല, ഡിസ്കൗണ്ട് സെയിലായിട്ട് ഓൺലൈനിൽ കാണിച്ചു. പക്ഷെ നല്ലൊരു റാണി പിങ്ക് ഉണ്ടാ, നല്ല രസമുണ്ട്. ഇതൊക്കെ പിടിച്ചാൽ സത്യം പറഞ്ഞാൽ ജൂട്ടെന്ന് ഫീലുണ്ട് കേട്ടോ. അല്ല ഒരു സ്റ്റഫിൻ്റെ ആണേ, എല്ലാം ഒരു സ്റ്റഫാന്ന് പറഞ്ഞാലും എന്നാണോ വിവിങ്ങിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. ഇതാണ് ബോർഡർ, താഴത്തെ ബോർഡർ. ഇത് വേണ്ട. നിങ്ങൾ ഈ സാരി ഒരിക്കലും 850 രൂപയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് 850 രൂപ പോയിട്ട് 1500 രൂപ പറഞ്ഞാൽ പോലും ആരും അത്ഭുതപ്പെടത്തില്ല കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, അതിന് ഞാൻ ആ ഗ്യാരണ്ടിയിൽ ഞാൻ പറഞ്ഞില്ല. ഇതാണ് മുന്താണി കേട്ടോ. ബ്ലൗസ് കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ ബ്ലൗസ് സെൽഫാണേ. ഇനിയിപ്പോൾ വേറെ ബ്ലൗസ് ഇടണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ ആ ബ്ലൗസ് തന്നെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ബ്ലാക്ക്. ഇതും അന്ന് കാണിച്ചത് തമ്മിലുള്ള ഏക വ്യത്യാസം എന്നാണെന്നറിയാമോ? അന്നത്തെ ബൂട്ടായി ഉണ്ടായിരുന്നു ബോഡിയെ ഫുള്ള്, ഇപ്പം ബൂട്ടായില്ല. ചിലർക്ക് എനിക്കാണെങ്കിൽ പേഴ്സണലി ബൂട്ട ഇല്ലാത്തതാണ്. ചെറിയ ചെറിയ ബൂട്ടയാണെങ്കിൽ ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്ലെയിൻ സാരിക്ക് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ട് വരുന്നതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. വലിയ ബുട്ട എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോഴോ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക്. ഞാൻ ഉടുക്കുന്ന സാരി ഉടുക്കാനാണെങ്കിൽ എടുക്കുവാണെങ്കിൽ എന്ന് പറയും. ഇതിലുണ്ടോ, ഇതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. മുന്താണി റേറ്റ്, സ്റ്റഫ്, ബോർഡർ എല്ലാം സെയിമാണ്. മുന്താണിയിലും മുകളിലത്തെ ബോർഡറിൻ്റെ താഴത്തെ ബോർഡറിൻ്റെ സൈസിലും മാത്രം ചിലതിന് വ്യത്യാസമുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് നമുക്ക് ബ്ലാക്ക് ഒക്കെ എത്ര പേര് ചോദിച്ചതാ. പക്ഷെ മുട്ടയുള്ളത് അല്ല അത്, അതല്ലേ കാണിച്ചത്, അതല്ലേ ചോദിക്കാൻ പറ്റും. ഉണ്ടോ? ഇത് ഒലീവ് ഗ്രീൻ്റെ അല്ലെങ്കിൽ ചെറുപയർ പച്ച എന്ന് പറയില്ലേ, ആ ഒരു കളർ ആയിട്ട് നല്ല കോപ്പർ സെറി വന്നേക്കുന്ന കണ്ടോ, നല്ലതായിട്ട് അതറിയാം. ഇത് ഇവിടെ കണ്ടോ ബോർഡർ, മുന്താണി കണ്ടോ, ജൂട്ട് സാരിയൊക്കെ അല്ലേ, നല്ല സാരിയാണ്. നമുക്ക് ഇതിനെ വലിയ പണിയൊന്നും എടുക്കണ്ട, നമുക്ക് സുഖമായിട്ടിടാം. പിന്നെ ഒരു കണ്ടോ, നോക്കിക്കേ എന്നാ രസം നോക്ക്. ഈ പിന്നിലെ സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കണേ. സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ കുറേ കൂടെ ഈട് നിൽക്കും, കുറേ കൂടെ കാണാൻ ഭംഗി. പ്രത്യേകിച്ച് ഈ ജൂട്ട് സാരി, ചന്ദേരി സാരി, അങ്ങനത്തെ സാരികൾക്കൊക്കെ കനമുള്ള സാരിക്ക് അത്രയും കുഴപ്പമില്ല. ഇതിന് കനവില്ലാഴികയില്ല, മീൻസ് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. ഇത് ആവശ്യത്തിനുള്ള കനം അത്രയും മതി. ഇത്രയും കനം വേണം. ഇത്രയും കനം കൂടിയാലൊരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇച്ചിരി കനമൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇത് മെറൂൺ, നല്ലൊരു മെറൂൺ. ഞാൻ പറഞ്ഞില്ല എന്തോരം കളറാണ് പറഞ്ഞത്. പക്ഷെ കളറുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റോക്ക് വേണ്ടേ. കണ്ടോ, കണ്ടു മുന്താണി ആദ്യം കാണിക്കേ, ഞാൻ ബോർഡർ കാണിച്ചു തരാം. സിമ്പിൾ സാരി, പക്ഷെ ഒരു സെമി പാർട്ടി വെയർ, ചൂടൊട്ടും എടുക്കത്തില്ല. ബ്ലൗസ് സെൽഫ്. അന്ന് കാണിക്കാത്ത കളർ ഇന്നത്തേനകത്ത് വന്നിട്ടുണ്ട്, പ്ലെയിനകത്ത് വന്നിട്ടുണ്ട്. മിച്ചം, അതിന് മിച്ചം വന്നത് മസ്റ്റേർഡ് യെല്ലോ. എന്താ തെലുണ്ട് ആ ഒരു ഇങ്ങനെ കോപ്പർ ബോർഡർ, മുന്താണി വന്നിട്ട് ഇങ്ങനെ, അല്ല മുന്താണി ബോർഡർ വന്നിട്ട്
ബോർഡർ വന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുക. അല്ല, വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ, ഈ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൂടെ അതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോകും. അതാ ഇവിടെ പലയിടത്തും സംഭവിക്കുന്നത്. വീഡിയോ ആ സമയം മുഴുവൻ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ മാക്സിമം എനിക്ക് പറയാവുന്നതിൻ്റെ മാക്സിമത്തിന് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാമതെ വർത്താനം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഞാൻ ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ പോയി ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്, ഒത്തിരി പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് പറയുന്നത് പോരാന്നുള്ള ഇതും എന്താ ചെയ്യപ്പ. പിന്നെ നമ്മളായിട്ടങ്ങ് ഇരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ എന്താണോ ആ രീതിക്ക് ഞാനങ്ങ് ആകുക എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നല്ല ബ്ലൂ, എന്നാ ബ്ലൂവാ, പീക്കോക്ക് ബ്ലൂവിൻ്റെ, അല്ലെങ്കിൽ പീക്കോക്ക് ബ്ലൂ അല്ലാതെ ഇതെന്നാ ബ്ലൂവോ, സ്കൈ ബ്ലൂ വരുമോ? ഇല്ല, പീക്കോക്ക് ബ്ലൂവിൻ്റെ ഡാർക്ക്. എനിക്ക് ഈ സ്കൈ ബ്ലൂവും പീക്കോക്ക് ബ്ലൂവും ഉള്ള കാര്യം പറയാനോ മാറിപ്പോകും, അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കുന്നത്. ആ കോപ്പർ ബോർഡർ വരുമ്പോൾ കണ്ടാ നല്ല നമ്മുടെ ട്രഡീഷണൽ ലുക്ക് തരുന്ന സാരി. പള്ളി പെരുന്നാളോ അമ്പലത്തിൽ ഉത്സവമോ ഒക്കെ ഉണ്ടെങ്കിൽ 850 രൂപ വെറും തുച്ഛമായ വിലയ്ക്ക് നല്ല ഒന്നാം തരം ജൂട്ട് സാരി ഉടുത്തുകൊണ്ട് പോകാം. ഇതാ ഈ ടൈപ്പ് സാരി ഇത്രേ ഉള്ളൂ. വേഗം തന്നെ വാങ്ങിക്കുക എന്നാൽ ഞാൻ പറയുന്നുള്ളൂ. ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കുക. പക്ഷേ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. ഇനി ഒരു ടൈപ്പ് സാരിയും കൂടെ കാണിക്കാം. ഇനി അടുത്ത സാരിയെ ഇത് കാണിക്കുമ്പോൾ എനിക്ക് ചിരി വരും. പിന്നെ എല്ലാം ഓരോ പീസേ ഉള്ളൂ കേട്ടോ, ഒരു പീസും കൂടെ ഇല്ല. ഇതിപ്പോൾ കളറ് 6 കളറുണ്ട്, പക്ഷേ ഈ 6 എണ്ണേ ഉള്ളൂ ഈ സാരി. 6 എണ്ണത്തിൽ കൂടുതൽ ഒരെണ്ണം കൂടെ ഇല്ല. ഇത് എന്തിനാ ഇത് അതുകൊണ്ടാണ് ഇതൊരു റിഡക്ഷൻ സെയിലിൽ ഇടുന്നത്. നോക്ക്, ഇത്രയും നല്ല സാരീസ് അല്ലെങ്കിൽ നമ്മൾ റിഡക്ഷൻ സെയിലിൽ വിടുവോ? അത് ഒറ്റ ബണ്ടിൽ പൊട്ടിക്കാതിരിക്കുന്നതാണ്. ഒത്തിരി വന്നതാണ്. ഓൺലൈനിൽ ഞാൻ ഈ സാരി കാണിച്ചിട്ടില്ല. ഇതിൻ്റെ റേറ്റ് 1420 രൂപയാണ്. ഇപ്പോഴത്തെ റേറ്റ് 899. 899 ഇത്തരം പഴയ വിലയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ ജൂട്ടിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള സാരി. അതിനകത്തുണ്ടല്ലോ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ വീവിങ് ഒരു വിധത്തിലും കുത്തിക്കൊള്ളുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഫുൾ വീവിങ് സാരിയാണ്. ഇതിൽ കൂടി ഇങ്ങനെ ഒരു സെൽഫായിട്ടുള്ള ലൈൻസ് പോലെ ഇങ്ങനെ ഒരു പ്രിൻ്റ് പോകുന്നുണ്ട്. അത് നല്ല ഭംഗിയാണ്. സിൽവർ സെറിയാണ് മുന്താണിക്കും ബോർഡറിനും. ഈ സാരിക്ക് കണ്ടമാനം ഓർഡർ ഈ സാരിക്കും വരും, ആ സാരിക്കും വരും. പക്ഷേ ആ സാരിക്ക് എല്ലാത്തിനും ഒരു 2 പീസെങ്കിലും കൂടുതൽ കാണും. പക്ഷേ ഇതിന് അതുപോലെ ഒരു ഇതാണ് മുന്താണി. സിൽവർ സെറി, നല്ല ഒന്നാന്തരം പാർട്ടി വെയർ സാരി. 1420 റേറ്റ് വരുന്ന സാരിയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. കണ്ടോ, ഈ ഒരു ബ്ലൗസും കൂടെ വരും. ആ സിൽവർ ലൈൻസ് വന്നിട്ട് സിൽവർ സെറി ബോർഡറും കൂടെ വരുമ്പോൾ അടിപൊളി സാരീസാണ്. എനിക്ക് സങ്കടം വരുക. കാരണം എന്നാന്നറിയോ, സ്റ്റോക്കില്ലാത്തൊരു സാധനം നമ്മൾ ഒത്തിരി ഇതായിട്ട് കാണിക്കുമ്പോൾ അത് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര സെയിൽ നടന്നില്ലല്ലോ എന്നുള്ളതല്ല, നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് പലരും ചോദിക്കുമ്പോൾ കൊടുത്തില്ല, അവർക്കൊരു കെറു വരുമല്ലോ. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഈ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് തരത്തില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ സെമി ജൂട്ട് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റാണ്. ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. കട്ട് ചെയ്യുന്നതും കൊണ്ട് ഒട്ടും കൂടുതലില്ല. ഇങ്ങനെ തെറിച്ച് നിൽക്കത്തില്ല. ഇതെല്ലാം വീവിങ് ആണ്. ഇത് നിങ്ങൾക്ക് കൈ കിട്ടുമ്പം 101% സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ എല്ലാത്തിനും പറയത്തില്ലല്ലോ. ഒരു റിഡക്ഷൻ സാരിക്ക് ഇത്രയും റേറ്റ് താത്ത് കൊടുക്കുമ്പോൾ അത് ഈ ഒറ്റ പീസ് ഉള്ളതുകൊണ്ട് ഞാൻ എത്ര റേറ്റ് താത്ത കേട്ടോ. താത്ത് കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇതാ ഇത് വരും മുന്താണിയും ബോർഡറും കൂടെ. കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പൗഡർ ബ്ലൂവിൻ്റെ ഒരു ടൈപ്പ് ഡാർക്ക് ഷെയ്ഡ് അയത്തക്കൂട്ട് അതിൽ കൂടെ അച്ചടി ഭാഷ പറയാം. അതിൽ കൂടി സിൽവർ സെറി ബോർഡർ. അതേ കൂടെ ഇങ്ങനെ എന്നാത്തിനാമേ എന്ന് പറയുന്ന പോലെ ഇതാണ് ബ്ലൗസ് കേട്ടോ. ബ്ലൗസൊക്കെ നല്ലപോലെ ഉണ്ട്. 1 മീറ്റർ മിച്ചം ബ്ലൗസ് ഉണ്ടെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 1 മീറ്റർ എല്ലാണെങ്കിലും ഉണ്ട്. അതാവുമ്പോൾ എത്ര റേറ്റ് ആവുന്ന സാരിയാ? 1000 എബോവ് റേറ്റ് വരുന്നല്ലേ ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് സ്ക്രീനിലുണ്ട്. 899. ഇത് പിസ്ത ഗ്രീൻ പേസ്റ്റൽ ചാർട്ടാണ് എല്ലാം കേട്ടോ. അടിപൊളിയാ കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏതാ ഞാൻ പറയില്ല, ഇതിനൊക്കെ
കളറ്, പ്രായം, നിറം, കളറും നിറം ഒന്നാണല്ലോ അല്ലേ, കളറ്, പ്രായം, പൊക്കം, വണ്ണം ഒന്നും പ്രശ്നമില്ലാത്ത സാരി. വണ്ണം ഉള്ളവർക്ക് കൊടുക്കാം, വണ്ണം ഇല്ലാത്തവർക്ക് കൊടുക്കാം. ഞാൻ ഒത്തിരി വിശേഷിപ്പിക്കുന്നില്ല, അതുപോലെ മണ്ടത്തരമാകും. നമുക്കൊരു സാധനത്തോടെ എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ നമ്മുടെ വിശേഷിപ്പിക്കലും കൂടുകയും. ഇനി അടുത്തത് എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ്. നല്ല മസ്റ്റാർഡ് യെല്ലോ കണ്ടോ, കാണിച്ചല്ലോ ഞാൻ, ബോർഡറും കാര്യങ്ങളും എല്ലാം കാണിച്ചില്ലേ. അപ്പോൾ ഇനിയും കാണിക്കണം ഉണ്ടല്ലോ. ഇതാണ് മുന്താണിയും ബോർഡറും, അല്ല മുന്താണി ഇത്, ബോർഡർ ഇതുകൊണ്ട് ഇത്, ഇതിൻ്റെ ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ് കണ്ടോ. അല്ലാതെ കട്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കനം തൂങ്ങി സെമി സിൽക്ക് അങ്ങനത്തെ ഒന്നുമല്ല. ഒന്നും തോന്നട്ടെ, ഇത് മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു കൈൻഡ് ഷെയ്ഡാണ്. മസ്റ്റാർഡ് യെല്ലോ എന്ന് തനി മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറുപയർ പച്ചയുടെ എന്തോ ഒരു അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ, ഒരു അങ്ങനെ മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാം. അതിൻ്റെ കളർ കേട്ടോ. ഇത് മുന്താണി, അത്രയേ ഉള്ളൂ. മറ്റേ സാരി കാണിച്ച അതിൻ്റെ കളർ ചേഞ്ചസ് മാത്രം. ഇത് ബ്രിക്ക് റെഡ്. ഇങ്ങനെ ഈ സെമി സിൽക്ക് സാരി പോലെ നിൽക്കുന്നതല്ല കേട്ടോ. ഇതിൻ്റെ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് കോട്ടൺ, ജൂട്ട് കോട്ടൺ അല്ലെങ്കിൽ ഒരു ചന്ദേരി സ്റ്റഫാണ്, ഒരിക്കലും സിൽക്കി സ്റ്റഫല്ല കേട്ടോ. ഒരു ഗ്ലോ തോന്നിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ഇത്തലെ വീവിങ് പോയിരിക്കുന്നത്, ഒരു ഫങ്ഷൻ ടച്ച് കിട്ടാൻ വേണ്ടി ഇത്തലെ വീവിങ് പോയിരിക്കുന്ന ആ സിൽവർ സെറി ആയതുകൊണ്ട് അതൊരു ഗ്ലോ ഉള്ള സിൽക്ക് നൂലാണ് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ്. അല്ലാതെ സാരി സെമി സിൽക്ക് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഒരെണ്ണം മാത്രം കളറായിട്ടുള്ളതുണ്ട്, രാമാഗ്രീൻ എന്ന് വേണമെങ്കിൽ, രാമാഗ്രീൻ അല്ല, പച്ചക്കളറ്, ലീഫ് ഗ്രീനോ, നല്ലൊരു പച്ചക്കളർ, നല്ല കളർ, എടുപ്പ് തോന്നിക്കുന്ന കളർ. എന്താ ഇതിന് വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല, സിൽവറാണ് പക്ഷേ വൈറ്റ് ബ്ലൗസ് ഇടും. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്യൂർ വൈറ്റ് അല്ല, അല്ലാത്തൊരു വൈറ്റ് ബ്ലൗസ് വേണമെങ്കിൽ ഒന്ന് പെയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ഇതിൻ്റെ ബ്ലൗസിൽ ലൈൻസ് ഉള്ള ആ ഒരു ബ്ലൗസ് അതാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് 101% ഇത് ഷുവറാണ്, ഇതിന് യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇത് വന്നിട്ട് ഒട്ടും ആയില്ല. നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ ബണ്ടിൽസ് പൊട്ടിക്കുക പോലും ചെയ്യാതെ വെച്ചിരുന്നിടത്തു നിന്ന് അധികം വന്നത് മാത്രം എടുത്ത് ഡിസ്കൗണ്ട് സെയിലിന് കാണിക്കുന്ന ഇതെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ. ആദ്യം കാണിച്ച സാരിക്ക് മാത്രം കുറച്ച് 1-2 പീസസ് കൂടുതൽ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ക്യാൻസലേഷനോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഹോൾഡും ചെയ്തും വെക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. തൊട്ട് ചിലർ പറയും ഞാൻ നാളെ രാവിലെ ഇട്ടോളാം, പൈസ അവിടെ ഇരുന്ന് മാറ്റി വെക്കാമെന്ന് ചോദിച്ചാൽ എല്ലാത്ത ദിവസമാണ് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വേറെ സ്റ്റോക്കുണ്ട്. ഇന്ന് അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ എന്താ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ എപ്പോഴും പറയുന്നില്ലാത്ത കാര്യം പറയുമ്പോൾ എന്തോ കോമഡി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു.